മോളുടെ ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ ഒന്ന് പറയുക. ഞാൻ മ്യൂസിക് ആദ്യം പഠിച്ചു തുടങ്ങിയത് രാമനാട്ടുകര സതീശൻ മാഷിൻ്റെ കീഴിലാണ്. പിന്നെ പാലാസി കെ രാമേന്ദ്രൻ സാറിൻ്റെ കീഴിൽ. ഇപ്പം ഞാൻ പഠിക്കുന്നത് ഉസ്താദ് ഫയാസ് ഖാൻ അദ്ദേഹത്തിൻ്റെ അടുത്തും പിന്നെ കൽക്കട്ടയിൽ എൻ്റെ പ്രൊഫസേഴ്സ് ഒരുപാട് പേരുണ്ട്. അവരും ഡാൻസ് പഠിച്ചത് കലാമണ്ഡലം വിനോദിന് ടീച്ചർ. ഇപ്പം പഠിക്കുന്നുണ്ട്. ഒരു കുറച്ച് നാളായി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട്, ഒരു 5 വർഷത്തോളമായി പെർഫോം ചെയ്തിട്ട്. ഇപ്പം നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഒത്തിരി പാട്ടുകാരെ, അതായത് ഇപ്പം ആക്ട്രസ് ആയാലും ഒക്കെ വെളിയിൽ നിന്ന്, ഐ മീൻ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നല്ല, വെളിയിൽ നിന്നൊക്കെ വന്നിട്ട് ആക്ട് ചെയ്ത് പോകുന്നുണ്ട്, പാട്ട് പാടി പോകുന്നുണ്ട്. ഇപ്പം ശരിക്കും വെളിയിൽ നിന്ന് ആക്ട് ചെയ്ത് പോകുന്ന കാണുമ്പോഴത്തേക്ക് എനിക്ക് വിഷമമുണ്ട് കേട്ടോ മാനസികമായിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴല്ല പണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടേണ്ട ചാൻസ് ഒക്കെ പോയല്ലോ ദൈവമേ എന്നുള്ള അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെ പാട്ടിനും ഇപ്പം സംഭവിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം തോന്നാറില്ലേ? ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ സിത്താര അവിടെയും പാടിയിട്ടുണ്ട് തമിഴില്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ സിൻസിയറായിട്ടും സത്യസന്ധമായിട്ടും പറയാണ്. കാരണം ഞാൻ ഒരു പാട്ടും ഇപ്പം നമുക്കിപ്പം ഇവിടുത്തെ ബാക്കി മലയാളികൾ പാടുന്ന പാട്ടുകളൊക്കെ ഞാൻ പാടാൻ പറ്റുന്നില്ലല്ലോ. അതിൽ തന്നെ എനിക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കാറ് ആരുടെ അടുത്താണോ കൃത്യമായി ആ പാട്ടുകൾ എത്തേണ്ടത് അവരുടെ കയ്യിൽ എത്തുകയും വേണം. നമ്മളുടെ മ്യൂസിക് ഭയങ്കര ഭംഗിയായിരിക്കണം, എന്നാലേ നമുക്ക് നല്ല പാട്ട് കേൾക്കാനും പറ്റില്ല. ഔട്ട്പുട്ട് ഏറ്റവും നല്ലതായിരിക്കണം. അപ്പം ഞാൻ ഈ ബൗണ്ടറീസിൽ വിശ്വസിക്കണേ ഇല്ല. എനിക്ക് ലോകത്തുള്ള മുഴുവൻ മ്യൂസിക്കും ഒരേപോലെയാണ് ഞാൻ ചെവി കൊടുക്കാറുള്ളത്. നമ്മുടെ മ്യൂസിക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ട് മെലഡി ആണോ ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ ഒക്കെ കേൾക്കും ഞാൻ. മെലഡി കംഫർട്ട് തോന്നുന്നത് പാടാൻ എനിക്കിഷ്ടം ഈ പറഞ്ഞ മാതിരി കുറച്ച് ഓപ്പൺ ത്രോട്ടഡ് ആയിട്ടുള്ള എൻ്റെ എന്താ പറയുക, കുറച്ച് ഗസൽസ് ആണെങ്കിലും സൂഫി മ്യൂസിക്കിനോടൊക്കെ ഒരു അഫിനിറ്റി കൂടുതലുണ്ട് എനിക്ക്, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിനോടൊക്കെ. അല്ലാണ്ട് കേൾക്കാൻ എനിക്ക് ജാസ് ബ്ലൂസ് ഇഷ്ടമാണ്. പിന്നെ നല്ല ഡപ്പാങ്കൂത്ത് ചില സമയത്ത് ഹെഡ്ഫോണിലിട്ടിട്ട് വാതിലടച്ച് ഫുൾ ഡാൻസ്. ഓരോ മൂഡിനനുസരിച്ചാ പൊതുവെ ചില സമയത്ത് ചില പാട്ടുകളോട് അഫിനിറ്റി പറയാറുണ്ട്. ഡോക്ടർ, ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് നല്ല ടിപ്സ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ അവരെ ഹെൽത്തായിട്ട് ബേസിക്കലി ഒരു ഡെയിലി റൊട്ടീനിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ആണ് നമ്മുടെ, അതിൻ്റെ ഭക്ഷണ രീതികളാണ് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഹോട്ടലാണെങ്കിലും പുറത്തുനിന്ന് കിട്ടുന്ന എണ്ണ അത് റീസൈക്കിൾഡ് ആയിട്ടുള്ള വീണ്ടും വീണ്ടും ഒരേ എണ്ണയിലൊക്കെ വറുത്തെടുക്കുമ്പോൾ അതിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വരും. അത് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കും, അത് അപകടമാണ്. പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ വീട്ടിൽ ഭക്ഷണം പരമാവധി കഴിക്കുക. ഇനി ഹോട്ടലിൽ കഴിക്കുമ്പോൾ തന്നെ നമ്മളിതുപോലെ ആവിയിലുള്ള വെന്ത ഭക്ഷണം അതൊക്കെ കഴിക്കാം. വറുത്തതും ഫ്രൈ ചെയ്തിട്ടുള്ളതായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഈ ബേക്കറി ഐറ്റംസ് കുറക്കുക, നന്നായിട്ട് കുറക്കുക. സ്വീറ്റും സോൾട്ടും അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക. ഡോക്ടർ, ഇപ്പം നമ്മൾ എത്രയായാലും മനുഷ്യരാണ്, നമുക്ക് സ്വാദുണ്ട്, നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്. ജങ്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബർഗറൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ടെംപ്റ്റ് ചെയ്യും അതൊന്ന് തിന്നാൻ വേണ്ടിയിട്ട് അല്ലേ? ഇതൊക്കെ തിന്നാലും അതിനുള്ള റെമഡി എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ആലോചിക്കും നാളെ മുതൽ ഞാൻ വ്യായാമം ചെയ്തു തുടങ്ങും. അത് വളരെ സത്യമാണ്. അതിനറിയോ, മലയാളത്തിൽ നാളെ എന്നൊരു വാക്ക് കണ്ടുപിടിച്ചിടത്തോളം കാലം ഞാൻ ഉൾപ്പെടെ ഇന്നു മുതൽ എന്നല്ല, നാളെ മുതൽ വ്യായാമം ഒന്നും വേണമെന്നില്ല. വ്യായാമത്തിന് ജിമ്മിൽ പോവുക അല്ലെങ്കിൽ ഭയങ്കരമായ ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒന്നും വേണമെന്നില്ല. ഒരു ദിവസം ഒരു മനുഷ്യൻ ശരാശരി 45 മിനിറ്റെങ്കിലും നടന്നിരിക്കണം. അപ്പോൾ അയാൾക്ക് അസുഖം വരാനുള്ള സാധ്യത 3-1 കുറയും. സിത്താരയ്ക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത്രയും നാൾ വർക്ക് ചെയ്താലും പാടിയാലും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഏറ്റവും നല്ലൊരു സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു വേദി എന്തായിരുന്നു? കുറേ എണ്ണമുണ്ട് ചേച്ചി. ഇഷ്ടപ്പെടാത്തത് വളരെ അപൂർവമാണെന്ന് മാത്രം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ ഫണ്ട് ഉണ്ടായിരിക്കും. ചിലപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും, പാട്ടുകാരായിട്ടുള്ള നല്ല സുഹൃത്തുക്കളുടെ കൂടെ പെർഫോം ചെയ്യുക എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ നന്നായിട്ട് പാടിയതിന്റെ സന്തോഷം ഇന്നാന്ന് പറയാനൊക്കെ അല്ലേ? ഓക്കെ, നല്ല കാര്യം. എന്തായാലും എന്താ പറയുന്നത്, സിത്താര ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു, സിത്താരയുടെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ സിത്താര ഇത്രയും നേരം എനിക്ക് തോന്നുന്നു ഫോർമാലിറ്റിയുടെ പുറത്ത് ഇങ്ങനെ എന്താ പറയുക, നമ്മളെല്ലാം കണ്ടതല്ലേ ഇച്ചിരി കഴിക്കാൻ ഇത് സംഭവിക്കാത്തത്. അതായത് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെന്താ ദൈവമേ, എനിക്ക് വല്ല തേർഡ് സെൻസ് ഉണ്ടായിരുന്നോ? ഞാൻ ആദ്യമേ കൊടുത്തിട്ട് ആ വർത്താനം പറഞ്ഞു. ചില എപ്പിസോഡ്സ് കാണും, ഞാൻ പറയട്ടെ ചേച്ചി, ചില എപ്പിസോഡ്സ് കാണുമ്പോൾ ഏതൊരു പടത്തിലുണ്ട് ജഗദീഷ് സാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാൾ എടുക്കുമ്പോൾ അയാളുടെ കൈ പിടിച്ചു വെച്ചിട്ടിങ്ങനെ അവസാനം കഴിഞ്ഞു ഇനി പൊക്കോ, ഞാൻ അവസാനം ഇനി അത് പറയൂ. ശരി, എന്താ പറഞ്ഞ ആ പരാതി ഞാനങ്ങ് ഏറ്റു. ഇനിയിപ്പോ നമുക്ക് ഇവർക്ക് കഴിക്കാനായിട്ട് അങ്ങ് വിട്ടുകൊടുക്കാം. ഇനി കഴിച്ചോളൂ, കഴിച്ചിട്ട് പറഞ്ഞോളൂ. രണ്ടത് പല്ലോടൊന്നും പരീക്ഷിക്കണ്ട അല്ലേ?
ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കിയില്ലേ. ഇനി എന്നാ പറയുന്നത്, നമ്മുടെ ആനീസ് കിച്ചണിലൂടെ നമുക്ക് ഭക്ഷണം മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഒരു കുഞ്ഞ് റിക്വസ്റ്റ് ആട്ടോ, നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യത്തിനെയും കൂടെ നോക്കണം, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കണം, എല്ലാം ചെയ്യണം. ഡെഡിക്കേഷൻ സോങ് ആവാം. പിന്നെ ഉണ്ടോന്നോ, ഇത് മിക്കവാറും ഞാൻ തിന്ന ക്രാബെല്ലാം ഞാൻ ഇങ്ങോട്ട് വാങ്ങി ഉണ്ടോന്ന് എന്നാലോചോക്ക്. ഉണ്ട്. ഡോക്ടർക്ക് സ്നേഹം തോന്നി, ഞാനാണ് ഈ ഐഡിയ പറഞ്ഞത്, അതെന്നെ ഓർമ്മിപ്പിച്ചതാ. ഓർമ്മിപ്പിച്ച് മാത്രം, പലപ്പോഴും ഓർമ്മിപ്പിക്കലാണ് എൻ്റെ പണി. ഞങ്ങള് എന്താ പറയാ, നമ്മള് കുട്ടികള് രീതിയിലൊരു നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഏജ് നമ്മളിങ്ങനെ ഭയങ്കര സിനിമ ഭയങ്കര ഫാസിനേഷൻ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ കൊതിയോടെ കണ്ടിട്ടുള്ളൊരു പാട്ടാണ്. ചിച്ചാ 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 എന്നിട്ടും നീ പാടിയില്ലല്ലോ മാനത്തേരാ പാടി, തിങ്കൾ കൊമ്പിൽ കൂടും കൂട്ടി കാതോർത്തിരിപ്പൂ ഞാൻ, എന്നിട്ടും നീ പാടിയില്ലല്ലോ മാനത്തേരാ പാടി. അഭിനയിക്കും ഇപ്പോൾ ഒന്നും കൂടെ. ശരിക്കും ഇത്രയും ഡെഡിക്കേഷൻ എനിക്ക് വേണ്ടി തന്നില്ല. അതിൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്കല്ല ഞാൻ കൊടുക്കുന്നത്, ശരിക്കും കമൽ സാറിനും ശ്രീനിയേട്ടനും എനിക്ക് ആ ഒരു ക്യാരക്ടർ തന്നിട്ട് ഇത്രയും സക്സസ് ആക്കുക. എനിക്കും സിത്താരയുടെയൊക്കെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ കാരിയറിൽ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് മഴയത്ത് മുൻപേ ആയിരുന്നു. അതിലാണ് എൻ്റെ പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നതും ആ ക്യാരക്ടർ ചെയ്ത് കണ്ടിട്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, മനസ്സിനകത്ത് ഒരുപാട് തൃപ്തിയുണ്ട്. അതിന് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞാൽ നമ്മൾ ഫോർമാലിറ്റി ആയി പോകും, അതുകൊണ്ട് വേണ്ട. എന്നാലും ഒരു മനസ്സ് നിറയെ തൃപ്തിയും സന്തോഷവും ഉണ്ട്. ഇവിടെ വന്നതിൽ വളരെ വളരെ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഇനി സിത്താര എത്ര ഉയരത്തിലെത്താൻ പറ്റുമോ, അതെനിക്ക് വേണ്ടി പാടിത്തന്നോണ്ടല്ല കേട്ടോ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സിൻസിയറായിട്ട് പറയാം, എത്ര ഉയർച്ചയിലെത്താൻ പറ്റുമോ അത്രയും എത്തട്ടെ. അതിന് വേണ്ടി നമുക്ക് സിത്താരയ്ക്ക് ഫുൾ സപ്പോർട്ടും ഡോക്ടർ ഇത്രയും നല്ലൊരു ടിപ്സ് പറഞ്ഞു തന്ന ഡോക്ടറിന് ഫുൾ സപ്പോർട്ടോടു കൂടി